Thinking of studying in the UK, be careful. കുറച്ചധികം കോഴ്സസ് യു കെയിൽ ഒരു അൺഎംപ്ലോയബിൾ ഗ്രാജുവേറ്റ് ആവാനുള്ള ഷുവർ ഷോട്ട് വേ ആണ് വിത്ത് എ മാസീവ് എഡ്യൂക്കേഷൻ ലോൺ. യു കെ ഒരു ടോപ്പ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. എന്നാൽ എല്ലാ കോഴ്സസും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്കും സാലറീസിലേക്കും അതുവഴി ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കും എത്തിക്കും എന്നുള്ളത് വെറും മിഥ്യാധാരണ മാത്രമാണ്. ഇന്ത്യയിലെ മറ്റ് ഓവർസീസ് ഡെസ്റ്റിനേഷൻസിനെ പോലെ തന്നെ യു കെയിലും ഇപ്പോൾ ഒരു നല്ല ഹൈ പേയിങ് ജോബ്സിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കോമ്പറ്റേറ്റീവ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഒട്ടും സ്കോപ്പില്ലാത്ത കുറച്ച് കോഴ്സസും കൂടെ എടുത്താലോ ജോബ്സിൽ കയറി പറ്റാനുള്ള സാധ്യത കേവലം 10% ഇല്ല, ലെസ് ദാൻ 1% ആണുള്ളത്. പഠിച്ചു കഴിഞ്ഞിട്ട് ആ സെഗ്മെൻറ്റിൽ തന്നെ നല്ലൊരു ജോലി കിട്ടണം ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഒരിക്കലും എടുക്കാൻ പാടില്ല എന്ന് എനിക്ക് പേഴ്സണലി ഒപ്പീനിയനുള്ള ഒരു 10 കോഴ്സസ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് സാലറി, കരിയർ പ്രോസ്പെക്ട്സ്, ഫ്യൂച്ചർ ഗ്രോത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുത്തോട്ടെ. ഈ കോഴ്സസ് ഒക്കെ തന്നെ പല രാജ്യങ്ങളിൽ ഒരുപക്ഷെ യു കെയിൽ തന്നെ മുൻപോ കുറച്ച് വർഷത്തിന് ശേഷമോ ഒരുപക്ഷെ സ്കോപ്പ് ഉണ്ടായേക്കാം. ഞാൻ ഈ പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ് അപ് ടു ഒരു 3 year പ്രൊജക്ഷൻ വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇഫ് യു ആർ എ ഫസ്റ്റ് ടൈം വിസിറ്റർ ടു ദിസ് ചാനൽ, താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ. ബൈ ദ വേ, ഐ എം അഭിൻ. ഐ ഹെൽപ് സ്റ്റുഡൻസ് ടു take wiser and smarter study abroad decisions based on career and employability. Starting with first in the list, hospitality and tourism management. Starting entry level salaries 18,000 to 22,000 pounds per annum ആണ്. അതുകൊണ്ട് യു കെയിൽ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ തന്നെ പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്റ്റുഡൻറ്റിന് എനിക്കുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ദ ബെസ്റ്റ്, അതായത് സബ്ജക്റ്റ് വൈസ് റാങ്കിങ്ങിനാണെങ്കിലും യൂണിവേഴ്സിറ്റി വൈസ് റാങ്കിങ്ങിനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ കോഴ്സിന് ശേഷം ഇൻ കേസ് യു കെയിൽ ഒരു ജോബ് കിട്ടിയില്ലെങ്കിൽ കൂടിയും ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ആൻ ഇൻ്റർനാഷണൽ കരിയർ. സെക്കൻഡ് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫിലിം പ്രൊഡക്ഷൻ. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ നെഗറ്റീവ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓവർ സാച്ചുറേറ്റഡ് മാർക്കറ്റാണ്, ലിമിറ്റഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ ഒത്തിരി കമ്പനീസ് ഫ്രീലാൻസേഴ്സിനെ ഈ ഒരു സെഗ്മെൻറ്റ്സിലെ വർക്കിന് വേണ്ടി ഹയർ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫുൾ ടൈമേഴ്സ് ഇല്ലെങ്കിൽ പോലും വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സെഗ്മെൻറ്റ്സിലുള്ള ഡിമാൻഡ് വളരെ കുറവാണ്. സോ സാലറീസ്, എൻട്രി ലെവൽ സാലറീസ് ആണെങ്കിലും 20,000 to 25,000 pounds മാത്രമാണുള്ളത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ വേർസ്റ്റ് ഓപ്ഷൻസ് ഇൻ യു കെ. ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ ഹൈലി പാഷനേറ്റ് ആണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് അത് പറഞ്ഞുതരാം. സ്റ്റഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ UX UI ഡിസൈൻ. തേർഡ് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് പെർഫോമിംഗ് ആർട്സ് ആൻഡ് മ്യൂസിക്. അൺസ്റ്റേബിൾ കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ ഹൈ അൺഎംപ്ലോയബിലിറ്റി റേറ്റുമാണ് ഒരു പെർമനൻറ്റ് സാലറീഡ് ജോബിൽ ഈ സെഗ്മെൻറ്റിൽ പ്ലാൻ ചെയ്യുന്നവർക്ക്. അതല്ല ഒരു ഫ്രീലാൻസർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദെൻ ഇറ്റ് ക്യാൻ ബി ആൻ ഓപ്ഷൻ, ബട്ട് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ആവറേജ് എൻട്രി ലെവൽ സാലറീസ് തന്നെ 18,000 pounds ആണ്. അത് വെച്ച് യു കെയിൽ എന്ത് ചെയ്യാനാണ്? ഇനി ഈ ഒരു സെഗ്മെൻറ്റിൽ ഭയങ്കര പാഷനേറ്റ് ആണ്, ഇതിൽ തന്നെ പോയി പറ്റത്തുള്ളൂ എന്നുള്ളവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ട്രാക്കും കൂടെ പറഞ്ഞുതരാം. ക്രിയേറ്റീവ് ആർട്സ് വിത്ത് ഡിജിറ്റൽ സ്കിൽസ്, അനിമേഷൻ, VFX, ഗെയിമിംഗ് തുടങ്ങിയ സെഗ്മെൻറ്റ്സ് ഒരു ഓൾട്ടർനേറ്റീവ് പാത്തായിട്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. നൗ ഫോർത്ത് ഇൻ ദിസ് സെഗ്മെന്റ് ഈസ് ആർക്കിയോളജി ആൻഡ് ആന്ത്രപ്പോളജി. വളരെ ലിമിറ്റഡ് ജോബ് പ്രോസ്പെക്ട്സ് ആണ് ഈ ഒരു സെഗ്മെന്റിലുള്ളത്. മിക്കവാറും എല്ലാം തന്നെ ഉള്ള ജോബ്സ് പോലും അക്കാഡമിക്കലി ഓർ ഗവൺമെന്റ് ഫണ്ടഡ് പ്രൊജക്ട്സിന്റെ പാർട്ടായിട്ട് മാത്രമാണ് വരുന്നത്. എൻട്രി ലെവൽ ആവറേജ് സാലറീസ് വരുന്നത് 21,000 to 23 pounds മാത്രമാണ്. ആനുവലി ഒരു ലെസ് ദാൻ 5,000 ജോബ്സ് മാത്രമാണ് ഈ ഒരു സെഗ്മെന്റിൽ യു കെയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സോ അതൊരിക്കലും നല്ലൊരു ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നില്ല. ആസ് ആൻ ഓൾട്ടർനേറ്റീവ് പാത്ത്, എൻവയോൺമെൻറ്റൽ സയൻസ്, സസ്റ്റൈനബിലിറ്റി, ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകൾ ഹൈലി യൂസ്ഫുൾ ആണ്. നൗ ദ ഫിഫ്ത്ത് ഇൻ ദിസ് ലിസ്റ്റ് ഈസ് ഫൈൻ ആർട്സ് ആൻഡ് ഫോട്ടോഗ്രാഫി. ഈ സെഗ്മെന്റിന്റെ മേജർ 2 നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈലി കോമ്പറ്റേറ്റീവ്, അതായത് പെർമനന്റ് ജോബ് കിട്ടാൻ വേണ്ടി ഹൈലി കോമ്പറ്റേറ്റീവ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇൻകൺസിസ്റ്റന്റ് ജോബ് മാർക്കറ്റുമാണ്. ഇനി ആനുവൽ ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറീസ് നോക്കുകയാണെങ്കിൽ അപ് ടു മാക്സിമം ഒരു 22,000 ആണ് ഒരു എൻട്രി ലെവൽ സ്റ്റാർട്ടിംഗ് സാലറീസ് ആയിട്ടും കിട്ടുന്നത്. അവർലി വേജ് റേറ്റിൽ നല്ലപോലെ ഫ്രീലാൻസേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഈ ഒരു ടൈപ്പ് ജോബ്സ് നെറ്റ്വർക്കിംഗ് വഴി തന്നെയാണ് പോകുന്നത്. സോ അതിനുവേണ്ടി ഫുൾ ടൈം ജോബിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് കാത്തിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ഇനി ഈ സെഗ്മെന്റിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കരിയർ പാത്തായിട്ട്
ഗ്രാഫിക് ഡിസൈൻ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തുടങ്ങിയ ഫീൽഡ്സ് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ഇൻഡസ്ട്രി യു കെയിൽ നല്ലതാണെങ്കിലും ഔട്ട്സോഴ്സിങ്ങും ഓട്ടോമേഷനും കൊണ്ട് ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആ വഴി പോവുകയാണ്. ഇനി ലിമിറ്റഡ് ജോബ് ഓപ്പണിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒത്തിരി പേര് ഫ്രീലാൻസേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ കമ്പനീസ് ആണെങ്കിലും ഇപ്പോൾ ഫ്രീലാൻസേഴ്സിനെ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേഞ്ച് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇനി ഈ സെഗ്മെന്റിൽ അത്ര ഹൈലി പാഷനേറ്റ് ആണെങ്കിൽ മേക്ക് ഷുവർ ഫാഷൻ ഡിസൈൻ അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി ഓർ സസ്റ്റൈനബിൾ ഫാഷൻ ഇത് പഠിക്കുകയാണെങ്കിൽ യു കെയിലെ ഏറ്റവും ബെസ്റ്റിൽ നിന്ന് തന്നെ പഠിക്കുക. ആ യൂണിവേഴ്സിറ്റീസിന് ഹയർ ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് ഉണ്ടാകും, ബെറ്റർ അലുമിനി നെറ്റ്വർക്ക്സ് ഉണ്ടാകും. അതുപയോഗിച്ച് മോർ ഓർ ലെസ് നല്ലൊരു കരിയർ ലാൻഡ് ചെയ്യാൻ യൂസ്ഫുള്ളും ആയിരിക്കും. 7th ഇൻ ദിസ് ലിസ്റ്റ് ഈസ് സൈക്കോളജി വിത്തൗട്ട് എ സ്പെഷ്യലൈസേഷൻ. യു കെയിലെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉള്ളൂ ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റിയുടെ അക്രഡിറ്റേഷനോടുകൂടിയുള്ള സൈക്കോളജി പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ജനറൽ സൈക്കോളജിസ്റ്റിനെ ആരും അത്ര വാല്യൂ ചെയ്യില്ല. എക്സ്പീരിയൻസോ അതുപോലെ തന്നെ ഡോക്ടോറിയൽ ഡിഗ്രീസ് അതുണ്ടെങ്കിലാണ് മിക്കവാറും നല്ലൊരു ജോബ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റുക. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ എൻട്രി ലെവൽ സ്റ്റാർട്ടിംഗ് സാലറീസ് എന്ന് പറഞ്ഞാൽ അപ് ടു ഒരു 24,000 പൗണ്ട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വെച്ച് നമുക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് പത്തറ്റിക്. ന്യൂറോ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി അങ്ങനെ തുടങ്ങിയ ഫീൽഡ്സിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസുമായിട്ടാണ് യു കെ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്ഷൻ. നൗ 8th ഇൻ ദിസ് കാറ്റഗറി ഈസ് സോഷ്യൽ വർക്ക്. ജോലി ഉണ്ടെങ്കിലും ഹെവി വർക്ക് ലോഡാണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നത്. എന്നാൽ ഒരു എൻട്രി ലെവൽ സാലറീസ് അപ് ടു ഒരു 28,000 പൗണ്ട്സിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യാനും പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇമോഷണലി ഒരു ഡ്രെയിനിങ് വർക്കായിട്ട് ഇത് ചെയ്യുന്നവർക്ക് പൊതുവെ തോന്നാറുണ്ട്, എത്ര സർവീസ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞാലും. യു കെയിലുള്ള വെൽഫെയർ സിസ്റ്റംസിൽ ഓട്ടോമേഷൻ്റെ ആ ഒരു തോത് നല്ല രീതിയിൽ കൂടുന്നതുകൊണ്ട് തന്നെ ജോബ്സിനുള്ള ഇൻസ്റ്റെബിലിറ്റി ഇപ്പോൾ കൂടുതലാണ്. റിലേറ്റഡ് എന്നാൽ ഒരു ഓൾട്ടർനേറ്റീവ് കരിയർ പാത്തായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഓപ്ഷൻസ് ആണ് പബ്ലിക് ഹെൽത്തും കൗൺസിലിംഗ് സൈക്കോളജി. നമ്പർ 9 ഇൻ ദിസ് ലിസ്റ്റ് ഈസ് കൾണറി ആർട്സ്. നല്ല രീതിയിൽ ഫിസിക്കൽ എഫോർട്ടോട് കൂടിയ ഒരു ജോബാണ്, എന്നാൽ അതിനനുസരിച്ച് ഒരു സാലറി ഉണ്ടോ ഇല്ലതാനും. മാക്സിമം അപ് ടു ഒരു 24,000 പൗണ്ട്സ് വരെയാണ് സാലറി കിട്ടാൻ സാധ്യതയുള്ളത്. ഒരു ടോപ്പ് ലെവൽ ഒരു ഷെഫ് അല്ലെങ്കിൽ ഒരു റെഡ് സീൽഡ് ഷെഫ് ലെവലിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഹയർ സാലറിയിലേക്ക് പോകുമെങ്കിലും നമുക്ക് എൻട്രി ലെവൽ സ്റ്റാർട്ടിംഗ് സാലറീസ് കുറവാണെങ്കിൽ സർവൈവലിനെ അത് ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കരിയർ ഓപ്ഷൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ആസ് ആൻ ഓൾട്ടർനേറ്റീവ് പാത്ത് ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ നല്ല ലുക്രേറ്റീവ് ജോബ് പ്രോസ്പെക്ട്സ് ഉള്ളൊരു കരിയർ പാത്താണ്. നെക്സ്റ്റ് 10th ഇൻ ദിസ് കാറ്റഗറി സ്പോർട്സ് സയൻസ്. വളരെ കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് ഈ ഒരു സെഗ്മെന്റിലുള്ളത്. ആവറേജ് സാലറീസ് സ്റ്റാർട്ടിംഗ് സാലറീസ് തന്നെ 19,000 to 23,000 പൗണ്ട്സ് ആണ് ഒരു എൻട്രി ലെവൽ പൊസിഷൻസ് കിട്ടുക. അത് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കണക്ഷൻസ് വേണം. സോ ഇതൊരിക്കലും അഡ്വൈസ് ചെയ്യാൻ പറ്റാത്തൊരു കോഴ്സാണ്. ഫിസിയോതെറാപ്പിയും സ്പോർട്സ് മാനേജ്മെൻറ്റും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ആയിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്പോർട്സ് മാനേജ്മെൻറ്റ് പ്രത്യേകിച്ചും അതിന് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിത്ത് നല്ല അലുമിനി നെറ്റ്വർക്ക് ഉള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഒന്നാമത്തെ ജോബ്സ് കിട്ടാൻ ഹൈലി ചലഞ്ചിങ് ആണ്. അതിൻ്റെ പുറത്ത് ഈ പ്രോഗ്രാംസ് കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. സോ ചൂസ് വൈസ്ലി, വളരെ തിങ്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ റിസർച്ചോടുകൂടി മാത്രമേ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുള്ളൂ. ആൻഡ് ഇഫ് യു നീഡ് അവർ ഹെൽപ്പ്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്. യു ക്യാൻ ബുക്ക് ഫോർ എ ഫ്രീ 1-on-1 കൗൺസിലിംഗ് വിത്ത് അസ്. ഈ യു കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മുടെ സ്റ്റഡി ഇൻ യു കെയുടെ കംപ്ലീറ്റ് ഗൈഡ് ഓൾറെഡി ഇൻ ദ പ്ലേലിസ്റ്റിലുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. കാരണം യു കെയിലെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് ആ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യു ക്യാൻ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.